അറബ് നാടുകളിൽ നോമ്പുതുറ വിഭവങ്ങളിൽ ഒരു വിശിഷ്ടാതിഥിയുണ്ട്. കേരളത്തിൽ നമ്മൾ അധികമൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്ത താരം. ആട്ടിറച്ചിയും ഗോതമ്പും ചേർത്തുണ്ടാക്കുന്ന ഹരീസാണ് ഈ വിശിഷ്ട വിഭവം. റമദാൻ സമയത്ത് ഹരീസ് പ്രിയങ്കരമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാര്യമായ എരിവോ പുളിയോ മധുരമോ ഇല്ലാത്തതിനാൽ നോമ്പെടുക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഹരീസ് കഴിക്കുന്നതിലൂടെ ഉണ്ടാകില്ല. ആട്ടിറച്ചി ആയതിനാൽ ആരോഗ്യകരവുമാണ്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്കും വലിയ ആശങ്ക വേണ്ട. മുൻകാലങ്ങളിൽ അടുപ്പിൽ വേവിച്ച് കുഴിയെടുത്ത് കലം അതിലേക്ക് ഇറക്കി വെക്കുകയായിരുന്നു പതിവ്. കുഴിയിൽ കനലിട്ട ശേഷമാണ് കലം ഇറക്കി വെക്കുക. വൈകുന്നേരം നോമ്പ് തുറക്കാൻ നേരമാകുന്നതുവരെ ഇങ്ങനെ മൂടി വെക്കും. വൈകിട്ട് ഹരീസ് പാത്രം തുറക്കുമ്പോൾ നല്ല ചൂടും കൊതിപ്പിക്കുന്ന മണവും ഉണ്ടാകും. നന്നായി ഇളക്കി ഉടച്ചാണ് ഹരീസ് വിതരണം ചെയ്യുക. പല വിധത്തിലും ഇന്ന് ഹരീസ് ഉണ്ടാക്കുന്നുണ്ട്. പരമ്പരാഗത അറബിക് രീതിയിൽ പാചകം ചെയ്യുമ്പോൾ കൂടുതൽ മസാല ചേർക്കില്ല. മാത്രമല്ല, നെയ്യിന് പകരം ഒലീവ് ഓയിലാണ് മുകളിൽ ഒഴിക്കുക. UAE അലൈൻ മ്യൂസിയത്തിൽ റമദാനിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഹരീസ് വിതരണം ചെയ്യും. വൈകുന്നേരം 4:30-ക്കാണ് റമദാൻ ഹരീസ് ആരംഭിക്കുക. ജാതിമത ദേശഭാഷാ ഭേദമില്ലാതെ എല്ലാവർക്കും ഹരീസ് വിതരണം ചെയ്യും. 1000-ഓളം പേർക്കാണ് ഓരോ വെള്ളിയാഴ്ചകളിലും ഹരീസ് വിതരണം ചെയ്യുന്നത്. Haris is one of the most popular dishes that we have it here in UAE and in the Gulf region. We are preparing this dish during many occasions, weddings, Ramadan, Eids, any celebration where you feel that the happiness is happening, there is a haris. So in this initiative actually, and especially in this year, we are celebrating the inscribing of haris within the list of UNESCO for the intangible heritage elements. And as you see the experience, it attracts a lot of audience who are coming here. They are taking the haris. തുടർച്ചയായി 3-ാം വർഷമാണ് ഹരീസ് റമദാൻ സംഘടിപ്പിക്കുന്നത്. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസമാണ് സംഘാടകർ. അറബ് തീന്മേശയിലെ ഒഴിച്ചുകൂടാനാകാത്ത വിഭവത്തെ അടുത്തറിയാനും രുചിച്ചറിയാനും കഴിയുന്നതിന്റെ സന്തോഷം സന്ദർശകർക്കുമുണ്ട്. ഹരീസ് ഭയങ്കര സംഭവമാണ്. ഇവിടുത്തെ അറബികളുടെ ട്രഡീഷണൽ ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, പല രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അറബികളും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ആൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഈ സമയത്ത്. ഇവിടെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യലാണ്, അതുകൊണ്ട് നമ്മൾ വന്ന് വാങ്ങിക്കുന്നു. ഏത് രാജ്യം അല്ലെങ്കിൽ ഏത് ഭാഷ പിന്നെ മതം എന്നൊന്നും നോക്കാതെ എല്ലാ ആൾക്കാരെയും ഇവർ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അവരെ ഇവിടെ സ്വീകരിച്ച് എന്താണോ അവർക്ക് സന്തോഷിപ്പിച്ച് വിടാൻ പറ്റുന്നത് ആ രീതിയിലാണ് ഇവർ ഇവിടുന്ന് അവരെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പ്രാവശ്യം വരുന്നതെന്ന് പറയുമ്പോൾ ഇവർ വളരെയധികം സന്തോഷത്തോടുകൂടി ഇവരുടെ ഫ്രണ്ട്സിനെയും കുടുംബക്കാരെയും അതല്ല മറ്റ് എമിറേറ്റ്സുള്ള ആൾക്കാരൊക്കെ ഇവിടേക്ക് അവരെ കൊണ്ടുവരികയും അവർ നല്ല സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അറേബ്യൻ സ്റ്റോറീസ് പൂർണ്ണമാകുന്നു. കൂടുതൽ അറബ് നാടുകളിൽ നിന്നുമുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.